എക്സ് ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുമായ സേവയിൽ നന്മയും തിന്മയുമുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. വിഷ്ണുമായ കാലങ്ങളായി ഹിന്ദു ആചാരപ്രകാരം പൂജിച്ചു വരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. കേരളത്തിൽ ആർക്കു വേണമെങ്കിലും, ഇപ്പോൾ തമിഴ്നാട്ടിലും വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരായി ആരും തന്നെയില്ല. ആദ്യകാലങ്ങളിൽ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ചാത്തൻ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഉള്ളത് കാരണം തന്നെ ചാത്തൻ എന്ന വിളിയിലും മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പേർ വിഷ്ണുമായ എന്ന മൂർത്തിയെ ആരാധിച്ചും വരുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സത്യത്തിൽ വിഷ്ണുമായ സേവയിൽ നന്മയും തിന്മയുമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഒരഭിപ്രായം ഇതിൽ നന്മയും തിന്മയുമുണ്ട് എന്നാണ്. കുറച്ചു കാലം മുൻപ് വരെ വിഷ്ണുമായ എല്ലാവർക്കും വീട്ടിലെ കാരണവന്മാർ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്നൊരു മൂർത്തിയാണെങ്കിൽ ഇന്ന് അതങ്ങനെയല്ല. എങ്ങും വലിയ അമ്പലങ്ങൾ, തിരക്കും ബഹളവും. എങ്ങനെയാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് തിരക്കും ബഹളങ്ങളും അതുപോലെ തന്നെ ഉയർച്ചയും വരുന്നത്? മറ്റുള്ള അമ്പലങ്ങളിൽ ഇല്ലാത്ത വളർച്ച വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ വരുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് മേൽപ്പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി. ഒരാൾ ഒരു വിഷ്ണുമായ അമ്പലത്തിൽ എത്തിപ്പെടുന്നത് അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ പത്രത്തിലെ പരസ്യമോ അതുമല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് യൂട്യൂബ് വഴിയോ ആണ്. വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അവരുടെ പരസ്യവും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കയ്യിൽ ഒരുപാട് കാശുള്ളവർ എപ്പോഴെങ്കിലും അമ്പലങ്ങളിൽ പോകുന്നതും നേർച്ചകളും പൂജകളും നടത്തുന്നത്? അവർ ചെയ്യും മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ മാത്രം. പക്ഷേ ഈ പറഞ്ഞവരുടെ കയ്യിൽ ധനമില്ലെങ്കിൽ ഇവർ എപ്പോഴും അമ്പലങ്ങളിൽ വന്ന് പ്രാർത്ഥനകളും പൂജകളും നടത്തും. എന്നിട്ടും രക്ഷപ്പെടാതെയാകുമ്പോൾ അവസാനം വന്നു ചേരുന്ന സ്ഥലമാണ് വിഷ്ണുമായ മൂർത്തിയുടേത്. എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്തും നേടിത്തരാൻ ശക്തിയുള്ള മൂർത്തിയാണ് ഇത് എന്ന പേര് പണ്ട് മുതൽക്കേ സ്വാമിക്കുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയാണ് നന്മയും തിന്മയും? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് എന്താണെന്ന് വെച്ചാൽ, വിഷ്ണുമായ അമ്പലങ്ങളിൽ പോകുന്ന എല്ലാവരും തന്നെ തങ്ങളുടെ കാര്യം വേഗം നടക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെയോ അപകടകരമായി ബാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ഒരു ഭൂമി ഇഷ്ടമാണ്. അയാൾക്കത് വാങ്ങിയാൽ കൊള്ളാം എന്നുണ്ട്. അതിനുള്ള സമ്പത്ത് അയാളുടെ കയ്യിൽ ഇല്ലതാനും. ഇയാൾ എന്ത് ചെയ്യും? ആ ഭൂമി ഇയാൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് ഇയാളല്ലാതെ വേറെ ആരും വാങ്ങരുത് എന്നും പ്രാർത്ഥിക്കും. ഇപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വ്യക്തിയുടെ പ്രാർത്ഥന കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. സാമ്പത്തികം വളരെ കുറഞ്ഞ് ആ കയ്യിലുള്ള ഭൂമി പെട്ടാൽ പെട്ട വിലയ്ക്ക്, എന്ന് വെച്ചാൽ വാങ്ങാൻ വരുന്നവർ പറയുന്ന വില എത്രയാണോ അതിന് അവർക്ക് കൊടുക്കേണ്ടി വരും. ഇത് ശരിക്കും നന്മയോ തിന്മയോ? ഇനിയുമുണ്ട് പറയാം. അയൽപക്കക്കാർ ഉയരുന്നത് കണ്ടാൽ ചിലർക്ക് സഹിക്കില്ല. അപ്പോൾ അവരുടെ നാശം കാണാൻ അയൽവാസികൾ വിഷ്ണുമായ പ്രാർത്ഥിക്കും. അങ്ങനെ അവരുടെ ഉയർച്ചയ്ക്ക് തടസ്സം വരും. ആ കുടുംബം നശിക്കും. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വിഷ്ണുമായ അമ്പലങ്ങളിൽ വന്ന് തലകുത്തി മറിയുന്ന ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ കുടുംബങ്ങളിൽ കലഹവും ചിലർ ബന്ധം വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ നശിക്കാനും പാർട്ട്നേഴ്സ് തമ്മിൽ തല്ലുപിടിക്കാനും ഒട്ടുമിക്കവരും കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായ തിന്മയല്ലേ? ഇത് ഭക്തരുടെ കാര്യങ്ങൾ. ഇനി പറയുന്നത് സേവകരുടെ കാര്യങ്ങൾ. ആദ്യം ചാത്തൻ സേവാ മഠങ്ങൾ വളരെ കുറവായിരുന്നു. കുറവ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്നത്രയും. എന്നാലിപ്പോൾ അങ്ങനെയാണോ? എവിടെ നോക്കിയാലും ചാത്തൻ സേവാ മഠങ്ങൾ.
ഇന്ന് ഒരാൾ ചാത്തൻ സേവ സ്വീകരിച്ച് നാളെ സ്വന്തം മഠം സ്ഥാപിക്കുന്നു. എന്നിട്ട് അവിടെ വരുന്നവർക്ക് എല്ലാം സാധിക്കും എന്ന പരസ്യവും. ശരിക്കും ഇത് സാധ്യമാണോ? ഒരിക്കലുമല്ല. ഒരു സേവകന് മറ്റൊരാളുടെ കാര്യം സാധിച്ചു കൊടുക്കണമെങ്കിൽ അയാൾക്ക് അത്രയ്ക്ക് സേവാഫലം വേണം. സേവാഫലം എന്ന് വെച്ചാൽ സ്വാമി അയാളുടെ കർമ്മങ്ങളിലും ഉപാസനയിലും പ്രീതിപ്പെടുന്ന അവസ്ഥ. ഇത് നേടണമെങ്കിൽ അയാൾക്ക് വർഷങ്ങളുടെ ഉപാസന വേണം, ഭക്തിയും. പിന്നെ എങ്ങനെയാണ് ഇന്നലെ സേവയെടുത്ത ഒരാൾക്ക് നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ പ്രശ്നം പോയിട്ട് അയാളുടെ പ്രശ്നം പോലും തീർക്കാൻ പറ്റില്ല. ഇതുമാത്രമല്ല, വിഷ്ണുമായ സ്വാമിയുടെ ചക്രം വീട്ടിൽ വെക്കാൻ കൊടുക്കൽ, സ്ഥാപനങ്ങളിൽ വെക്കാൻ കൊടുക്കൽ, പൂജ, ഇതൊക്കെ വെച്ചിട്ട് ഗുണം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭാഗ്യം. അത് നിങ്ങൾക്ക് തന്ന ആൾക്ക് സേവാഫലം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഈ മഠങ്ങളിൽ പോയാൽ തന്നെ ആയിരങ്ങളുടെ കെട്ടുകൾ നമ്മുടെ കയ്യിൽ വേണ്ടേ? ഈ ആയിരങ്ങളുടെ കെട്ട് അവിടെ കൊടുത്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്കെന്തെങ്കിലും ഗുണം കിട്ടാറുണ്ടോ? മനസ്സിലായില്ലേ? ഇവിടെയും നന്മയില്ല. ഇനി സേവാഫലമുള്ള മഠത്തിലെ സേവകർ ഞാൻ ആദ്യം പറഞ്ഞ ഭക്തരുടെ ആവശ്യങ്ങൾ കണ്ണടച്ച് നടത്തി കൊടുക്കുന്നു. ഈ കർമ്മം ചെയ്യുന്ന ആൾക്കും ചെയ്യിക്കുന്ന ആൾക്കും ഇതിൻ്റെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ആ മഠത്തിലുള്ളവർ ഈ ഭക്തർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല. കാരണം അവർക്ക് വരുന്ന വരുമാനം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ലല്ലോ. സത്യമാണ്, മറ്റൊരാൾക്ക് എതിരെ കർമ്മം ചെയ്താൽ തിരിച്ചടി ഉറപ്പാണ്. കർമ്മം ചെയ്ത വ്യക്തിക്ക് അത് തടുക്കാനുള്ള മന്ത്രസിദ്ധിയുണ്ട്. എന്നാൽ ചെയ്യിച്ച ഭക്തന് അതറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇടുത്തി പോലെ തിരിച്ചു വരും. അപ്പോൾ അതുകൂടി താങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കണം. മറ്റൊരാൾക്കും ദോഷമില്ലാതെ നിങ്ങളുടെ കയ്യിൽ ധനം വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. മറ്റൊരാളുടെ കണ്ണീർ നിങ്ങളുടെ സമ്പത്തിൽ വീഴരുത്. അങ്ങനെയുണ്ടായാൽ സ്വാമിയും നിങ്ങളെ കൈവിടും. ഒരു മഠത്തിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എനിക്കെതിരെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അത് തിന്മയല്ലേ എന്ന്. അങ്ങനെ തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള ഉപദേശമായി കണ്ടാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തിന്മയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം.